വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കമ്പനി ബോർഡ് LGSന്റെ 100 ദിവസത്തെ ചലഞ്ച് നമ്മളിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ ക്ലാസ് തുടങ്ങണേ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 3 ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ആദ്യത്തെ ക്ലാസ് 2:58 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യും. അത് ഒന്നില്ലെങ്കിൽ GKയോ അല്ലെങ്കിൽ സയൻസോ മാത്സോ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും അതിലുണ്ടാവുക. അതുപോലെ തന്നെ രാത്രി 8:18 അതും GKയോ മാത്സോ സയൻസോ ഏതെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തും. വൈകിട്ട് 5:59 ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്, ഇങ്ങനെ 3 ക്ലാസ് ആയിട്ട് ഒരു ദിവസം നമ്മൾ 3 ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വെച്ച് 3 ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ദിവസം അതിനൊരു 2 മണിക്കൂർ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കാം. ക്ലാസ് കേൾക്കുക. നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് എഴുതിയും കൂടെ നോക്കുക. കാരണം എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ 10 പ്രാവശ്യം കേൾക്കുന്നതിനേക്കാൾ ഒരു പ്രാവശ്യം എഴുതിയ കുറച്ചും കൂടി നമുക്ക് അതിന് റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെതായിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ എന്താ പറയുന്നത്, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിന്റെ പ്രത്യേകത, ഒരു LD ക്ലർക്കിന്റെ സാലറി കിട്ടുന്ന പോസ്റ്റാണ്, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ചില നല്ല നല്ല ബോർഡുകളിലൊക്കെ കിട്ടുകയാണെങ്കിൽ 35,000 എബവ് നിങ്ങൾക്ക് സാലറി കയ്യിൽ കിട്ടാൻ പറ്റും. അപ്പൊ ഇതൊരു LD ക്ലർക്കിന് പോലും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ഗൗരവത്തോടു കൂടി എടുത്ത് പഠിക്കുക. എനിക്ക് ക്ലാസ് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പഠിക്കേണ്ട ആൾക്കാർ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ, ഒരു കോച്ചിങ് സെന്ററിൽ എങ്ങനെയാണോ ക്ലാസ്സുകൾ പോകണം, സിലബസ്, SCRT പാഠഭാഗങ്ങള്, ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ, അങ്ങനെ തന്നെ നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ യാതൊരു സംശയവുമില്ല. അതേ രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ അതേ രീതിയിൽ അത് ഫോളോ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 റാങ്കിനുള്ളിൽ ഇടം നേടാനും പറ്റും. ഇനി ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഇടാം, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഓരോരോ ടോപ്പിക്കുകൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട വേറെ വല്ല കാര്യങ്ങളുണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളും, പിന്നെ പുതിയ പരീക്ഷകൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് അറിയാൻ പറ്റും. കൂടുതൽ നമ്മൾ പറഞ്ഞ് സമയം കളയുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സിലബസ് തന്നെ ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പൊ സിലബസിൽ സയൻസ് ഭാഗത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബയോളജി എന്ന് പറയുന്ന ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ കുറേയധികം ഭാഗങ്ങൾ, കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ജീവകങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, പദ്ധതികളെ കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തെ കുറിച്ച്, അങ്ങനെയുള്ള കുറേയധികം ഭാഗങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതിൽ ജീവകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജീവകങ്ങളാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ജീവകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് എന്താ പറയുന്നത്, ജീവകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള, നമ്മുടെ എന്താ പറയാ, ഭംഗിയായിട്ട് നമ്മുടെ ലൈഫ് പോകുന്നതിന് അത്യാവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവകങ്ങൾ എന്ന് പറയാം അല്ലെ. ഈ ജീവകങ്ങൾ പച്ചക്കറികളിൽ നിന്നാണ് പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത്. ജീവകങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പ്രധാന പോഷക ഘടകമാണ് ഏത്? പച്ചക്കറികളിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്ന പോഷക ഘടകമാണ് ജീവകം. ഈ ജീവകത്തിനെ എന്താണ്, വേറൊരു പേര് കൂടി പറയും. എന്താണ് ജീവകത്തിന്റെ പേര്? കോ എൻസൈം. എന്താണ്? കോ എൻസൈം. കോ എൻസൈം. ശ്രദ്ധിക്കുക, കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം കൂടിയാണ് ജീവകങ്ങൾ. അപ്പൊ പച്ചക്കറികളിൽ നിന്ന് ധാരാളം ലഭിക്കുന്ന പോഷക ഘടകമാണ് ജീവകങ്ങൾ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകങ്ങൾ. ജീവകങ്ങൾ എത്ര ഉണ്ട്? ജീവകങ്ങൾ മൊത്തം നമുക്ക് 13 ഉണ്ട്. എത്ര ഉണ്ട്? ജീവകങ്ങളെ മൊത്തത്തിൽ നമുക്ക് 13 പറയാം. അതിൽ ബി കോംപ്ലക്സിൽ തന്നെ എത്ര എണ്ണത്തോളം ഉണ്ടെന്നാ പറയണത്? 8 ഉണ്ട്. ജീവകങ്ങളെ മൊത്തത്തിൽ നമുക്ക് 13 തരംതിരിക്കാം. അതിൽ ബി കോംപ്ലക്സ് വിഭാഗത്തിൽ തന്നെ എത്ര ഉണ്ട്? 8 ഉണ്ട്. ഈ ജീവകങ്ങളെ കണ്ടെത്തിയത് ആരാണ് മക്കളെ? ഫ്രെഡറിക് ഹോഫ്കിൻ എന്ന് പറയുന്ന ആളാണ് കണ്ടെത്തിയത്. ആരാണ് കണ്ടെത്തിയത്? ഫ്രെഡറിക് കേട്ടോ. ഫ്രെഡറിക് ഹോഫ്കിൻ എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടെത്തിയത്? ജീവകങ്ങൾ കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹം കണ്ടെത്തിയ ആള് മാത്രാണ്, ജീവകങ്ങൾ കണ്ടെത്തിയ ആള് മാത്രാണ് ഫ്രെഡറിക് ഹോഫ്കിൻ. എന്നാൽ എന്താണ്, ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് വേറെ ആളാണ്. അദ്ദേഹത്തിന്റെ പേര് കാസിമർ ഫങ്ക് എന്നാണ്. എന്താണ്? കാസിമർ ഫങ്ക്. ഇദ്ദേഹമാണ് ജീവകങ്ങൾക്ക്, അപ്പൊ നമുക്കറിയാം ജീവക
ജീവകം എ, ജീവകം ബി, സി, ഡി, ഇ, കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം പേരുകൾ ജീവകങ്ങൾക്ക് ഉണ്ട് ഇല്ലേ? അപ്പൊ ജീവകങ്ങൾക്ക് പേര് നൽകിയ വ്യക്തി ആരാണ്? പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക് ആണ് അല്ലെ. ഇനി ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്? വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവും ഇദ്ദേഹം തന്നെയാണ്. വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആരെന്നെയാണ്? നമ്മുടെ കാസിമർ ഫങ്ക് തന്നെയാണ്. അപ്പൊ ക്ലിയർ ആയോ? വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും കാസിമർ ഫങ്ക് തന്നെയാണ്. അപ്പൊ പച്ചക്കറികളിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന പോഷക ഘടകങ്ങളെ നമുക്ക് ജീവകങ്ങൾ എന്ന് വിളിക്കാം. പച്ചക്കറികളിൽ നിന്ന് ലഭ്യമാകുന്ന പോഷകമാണ് ജീവകങ്ങൾ. ഇനി അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്? ജീവകത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്, കോ എൻസൈം. അപ്പൊ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? അതും ജീവകങ്ങൾ തന്നെയാണ്. ജീവകങ്ങളെ പൊതുവെ നമുക്ക് 13 തിരിക്കാം. അതിൽ ബി കോംപ്ലക്സ് വിഭാഗത്തിൽ തന്നെ എത്ര എണ്ണുണ്ട്? 8 എണ്ണുണ്ട്. ജീവകങ്ങൾ കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് ഹോഫ്കിൻ ആണ്. ജീവകങ്ങൾക്ക് പേര് നൽകിയ വ്യക്തി കാസിമർ ഫങ്ക് ആണ്. വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ഏതന്നെയാണ്? നമ്മുടെ കാസിമർ ഫങ്ക് തന്നെയാണ്. ഇനി ജീവകങ്ങളെ പൊതുവെ നമുക്ക് 2 കാറ്റഗറിയായി തിരിക്കാം. ജീവകങ്ങളെ പൊതുവെ നമുക്ക് 2ആയി തിരിക്കാം. എന്താണ് ജീവകങ്ങളുടെ പ്രത്യേകത? ജീവകങ്ങളെ 2ആയി തിരിക്കുന്നത് എന്തിനാണ്? അവ എന്തിലൊക്കെ ലയിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ നമുക്ക് 2ആയിട്ട് നമുക്ക് ജീവകങ്ങളെ തിരിക്കാം. അപ്പോൾ ഒരു കാറ്റഗറി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണെങ്കിൽ അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ചില ജീവകങ്ങൾ എങ്ങനെയാണ്? ചില വൈറ്റമിൻസ് എങ്ങനെയാണ്? കൊഴുപ്പിലേ ലയിക്കുള്ളൂ. ചില ജീവകങ്ങൾ എങ്ങനെയാണ്? ജലത്തിലേ ലയിക്കുള്ളൂ. അങ്ങനെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും എവിടെ ലയിക്കുന്നതാണ്? ജലത്തിൽ ലയിക്കുന്നതാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ ബി എന്നിവ ജലത്തിൽ ലയിക്കുന്നു. ഇനി അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്നിവ എന്തിൽ ലയിക്കുന്നവയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. എ, അതുപോലെ തന്നെ ഡി, ഇ, കെ, എ, ഡി, ഇ, കെ. ഇതേതാണ്? ബിയും സിയും. അപ്പൊ നമ്മൾ പറയൂലേ, കൊഴുപ്പ് അല്ലെങ്കിലും ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന അത്ര നല്ലതല്ല, കൊഴുപ്പ് കേടാന്ന് പറയില്ലേ? അപ്പൊ കൊഴുപ്പ് കേടാ, കെ ഇ ഡി എ, കൊഴുപ്പ് കേട. അപ്പൊ കേട, കെ ഇ ഡി എ, ഇതൊക്കെ എന്തിൽ ലയിക്കുന്നതാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണെന്ന് ഓർത്തു വെക്കുക. ഇനി ബി തന്നെ നമുക്ക് കാറ്റഗറി കുറച്ചധികം പറയാനുണ്ട്. 8 എണ്ണം ഉണ്ട്. B1, B2, B3 അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ, B5, B6, B7, B9, B12 എന്ന് പറഞ്ഞിട്ട് ബീനെ തന്നെ നമുക്ക് കുറച്ചധികം കാറ്റഗറി ആയിട്ട് തിരിക്കണം. അപ്പൊ അത് നമ്മൾ ബി പഠിക്കുമ്പോൾ പഠിക്കാം. ഏറ്റവും അവസാനം നമുക്ക് ബി പഠിക്കാം. അതിനു മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ പഠിച്ചിട്ട് അടുത്ത ടോപ്പിക്കിൽ, അടുത്ത എന്താ പറയുന്നത്, വൈറ്റമിൻ എ തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ ജീവകങ്ങൾ പൊതുവെ 13 എണ്ണം ഉണ്ട്. അതിൽ 8 എണ്ണം ബി കോംപ്ലക്സ് വിഭാഗത്തിൽ പെട്ടതാണ്. ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ജീവകങ്ങൾക്ക് പേര് നൽകിയതും വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് കാസിമർ ഫങ്ക് എന്നാണ്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകമാണ് ജീവകങ്ങള്. അതുപോലെ തന്നെ കോ എൻസൈം എന്ന പേരിൽ അറിയപ്പെടുന്ന ആഹാര ഘടകം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവകങ്ങൾ എന്നാണ് പറയാ. അതായത് ഇതിപ്പോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് കേട്ടോ. ഇനി ജീവകങ്ങളെ അല്ലെങ്കിൽ വൈറ്റമിൻസിനെ നമുക്ക് 2ആയി തിരിക്കാം. ഒന്ന് ജലത്തിൽ ലയിക്കുന്നവ എന്നും അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് 2 എണ്ണാണുള്ളത്. ഒന്ന് ബിയും അടുത്തത് സിയുമാണ്. കൊഴുപ്പിൽ ലയിക്കുന്നത് 4 എണ്ണാണ്. ഒന്ന് എ, അടുത്തത് ഡി, അടുത്തത് ഇ, അടുത്തത് കെ. നമ്മൾ പറഞ്ഞു കൊഴുപ്പ് കേടാണ്, കെ ഇ ഡി എ, കേട എന്ന് ഓർത്തു വെച്ചാൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ പഠിക്കാനായിട്ട് എളുപ്പമാണ്. ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ജീവകം എ ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻ എയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ വൈറ്റമിൻസിനെയും കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതിന്റെ ശാസ്ത്രീയ നാമം എന്താ എന്നതാണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമത്തെ നമ്മൾ റെറ്റിനോൾ എന്ന് വിളിക്കുന്നു. ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണ് മക്കളെ? റെറ്റിനോൾ ആണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ. ജീവകം എ എന്തിലൊക്കെയാ കാണുക? അതായത് ക്യാരറ്റില് ധാരാളം ജീവകം എ ഉണ്ട്. കഴിച്ചോളോ ക്യാരറ്റ്. അതുപോലെ തന്നെ ചീര കഴിക്കണം കേട്ടോ, എല്ലാവരും ചീര കഴിക്കണം. പാലിന്റെ
ഉൽപ്പന്നങ്ങൾ കഴിക്കണം. പാലിന്റെ പ്രോഡക്റ്റുകളിലെ പാലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നെയ്യ്, തൈര്, അത് അങ്ങനെയുള്ള മോര്, അങ്ങനത്തെ പാലിന്റെ പ്രോഡക്റ്റുകൾ, പാൽ ഉൽപ്പന്നങ്ങള്. അതുപോലെ തന്നെ കരള് കണ്ടോ, കരളുണ്ട്. ഇനിയും ചേമ്പിന്റെ ഇല, പയറിന്റെ ഇല, പയറില, ചേമ്പില, മുരിങ്ങയില, ഇങ്ങനത്തെ ഇലകളൊക്കെ ഇല്ലേ നമ്മൾ പറയും മുരിങ്ങയില അങ്ങനെയൊക്കെ കഴിക്കണത് എന്താണ്, കണ്ണിന് നല്ലതാന്ന് പറയും. കണ്ണിന് നല്ലതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ പറയുന്നത്. അപ്പൊ ജീവകം എ കുറിച്ച് ക്ലിയർ ആയോ? ആദ്യത്തെ പറഞ്ഞത് ജീവകം എയുടെ ശാസ്ത്രീയ നാമം നമ്മൾ റെറ്റിനോൾ എന്ന് പറയുന്നു. ജീവകം എ അടങ്ങിയ എന്താ പറയുന്നത്, എന്തിലൊക്കെയാണ് ജീവകം എ അടങ്ങിയിരിക്കുന്നത്? ക്യാരറ്റിലുണ്ട്, ചീരയിലുണ്ട്, പാലുൽപ്പന്നങ്ങളിലുണ്ട്, കരളിലുണ്ട്, പയറില, ചേമ്പിന്റെ ഇല, മുരിങ്ങയില, ഇതിലൊക്കെ ധാരാളം എന്തുണ്ട്, ജീവകം എ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ജീവകം എയുടെ പ്രത്യേകത, മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ തന്നെ കാണുന്ന ജീവകം. മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ തന്നെ കാണുന്ന ജീവകം ആണ് ജീവകം എ. മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ തന്നെ കാണുന്ന ജീവകമാണ് ജീവകം എ. മനസ്സിലായോ? ഇനി ജീവകം എയുടെ പ്രത്യേകത, ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം എ. കണ്ണിന്റെ ആരോഗ്യം. ക്ലിയർ ആയില്ലേ? ഇനി അതുപോലെ തന്നെ ഇത് ജീവകം എ എവിടെയാണ് സംഭരിച്ചു വെക്കുന്നത്? ജീവകം എ സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ്? കരളിലാണ്. അപ്പൊ നമ്മള് ചില ആൾക്കാര് എന്താ പറയാ, സ്നേഹത്തോടു കൂടി കണ്ണേ കരളെ എന്നൊക്കെ പറയൂലേ. അപ്പൊ കണ്ണേ കരളെ, ഏലല്ലേ അവസാനിക്കണേ. അപ്പൊ കണ്ണും കരളൊക്കെ പറയുമ്പോ ജീവകം എ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ജീവകം എയുടെ എന്താ പറയുന്നത്, ജീവകം എ കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇത് സംഭരിച്ചു വെക്കുന്നത് കരളിലാണ്. ഇനി അടുത്തത്, ജീവകം എ ഇല്ലാണ്ടായാൽ, അപര്യാപ്തത, കുറവുണ്ടായാൽ എന്തുണ്ടാകുന്നു? നിശാന്തത എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? നിശാന്തത ഉണ്ടാകുന്നു. കൂടാതെ സിറോഫ്താൽമിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു. സിറോഫ്താൽമിയ. അപ്പൊ നിശാന്തത, സിറോഫ്താൽമിയ തുടങ്ങിയവ ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതാ സിറോഫ്താൽമിയ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നും ഇതിനെ വിശേഷിപ്പിക്കാം. ഏതിനെ? ജീവകത്തെ. ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ. കണ്ടോ മക്കളെ? ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ. മനസ്സിലായോ? അപ്പൊ ഇത് അവസാനം ഞാൻ പറയാൻ കാരണം ഈ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു അപരനാമം കൂടി ഇതിനുണ്ട്. അപ്പൊ സിറോഫ്താൽമിയ ഇതിന്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്ന രോഗമല്ലേ. അപ്പൊ അതുകൊണ്ട് ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്ന് പറയുന്നു. ഇനി നമ്മൾ ക്യാരറ്റില് ധാരാളം എന്തുണ്ട് പറഞ്ഞു? ജീവകം എ ഉണ്ട് പറഞ്ഞു ഇല്ലേ. ക്യാരറ്റിന് എന്ത് കളറാണ്? ക്യാരറ്റിന് ഒരു ഓറഞ്ച് കളർ അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളർ അല്ലേ. അത് നിങ്ങൾക്ക് അറിയാലോ, ക്യാരറ്റിന്റെ ഓറഞ്ച് കളറാണെന്ന്. ഈ ക്യാരറ്റിന്റെ ഓറഞ്ച് കളറിന് കാരണം എന്ത് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിലടങ്ങിയിരിക്കുന്ന കരോട്ടിൻ ആണ്. എന്താണ്? കരോട്ടിൻ. അതും കൂടി ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ജീവകം എ കഴിഞ്ഞു. ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില ഇവയൊക്കെ ഭക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? ജീവകം എ ലഭിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ തന്നെയുള്ള ജീവകമാണ് ജീവകം എ. കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം എ. കരളിൽ സംഭരിച്ചു വെക്കുന്ന ജീവകമാണ് ജീവകം എ. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, സിറോഫ്താൽമിയ തുടങ്ങിയവ. ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം എ ആണ്. ജീവകം എ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ക്യാരറ്റിലെ ഓറഞ്ച് നിറത്തിന്റെ കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനാണ്. എന്താണ്? കരോട്ടിനാണ്. അപ്പൊ ജീവകം എ ക്ലിയർ ആയെന്ന് വിചാരിക്കണു നിങ്ങൾക്ക്. അങ്ങനെ നമ്മൾ എവിടേക്ക് പോവാണ്? ജീവകം ഡിയിലേക്ക് പോവാണ്. ജീവകം എന്താണ്? ഡി ആണ്. ജീവകം ഡി നമ്മൾ എല്ലാവരും കുറേയധികം അറിയുന്ന ഒരു സംഭവമാണ് ജീവകം ഡി. അതിനെ നമ്മൾ ആദ്യം തന്നെ അത് തന്നെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നാ വിളിക്കണേ അല്ലെ. എന്താ വിളിക്കണേ? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. സൺഷൈൻ വൈറ്റമിൻ. ആദ്യം തന്നെ നമ്മൾ എന്ത് പഠിക്കണം എന്ന് പറഞ്ഞു? ഇതിന്റെ ശാസ്ത്രീയ നാമം പഠിക്കണം എന്ന് പറഞ്ഞു. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്നാണ്.
കാൽസിഫെറോൾ. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ ആണ്. ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പച്ചക്കറികളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടില്ല? ജീവകം ഡി കിട്ടില്ല. അപ്പൊ പച്ചക്കറികളിൽ നിന്നും എന്ത് ലഭിക്കാത്ത വൈറ്റമിൻ ആണ്? പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ആണ് ജീവകം ഡി. പച്ചക്കറികളിൽ നിന്നും ലഭിക്കില്ല. പക്ഷേ എന്നാൽ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നും നമ്മൾ പറയുന്നുണ്ട്. മിൽക്ക് പ്രോഡക്ട്സിൽ നിന്ന്. എവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക. മിൽക്ക് പ്രോഡക്ട്സിൽ നിന്ന് ചെറിയ രീതിയിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ജീവകം ഡി കിട്ടുന്നുണ്ട്. പച്ചക്കറികളിൽ നിന്ന് കിട്ടില്ല. മിൽക്ക് പ്രോഡക്ട്സിൽ നിന്ന് ചെറിയ രീതിയിൽ എന്ത് കിട്ടുന്നുണ്ട്? വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ എന്ത് വേണം? ശരിക്കും നമ്മൾ സൂര്യപ്രകാശം നല്ല രീതിയിൽ ഏറ്റാൽ മാത്രമാണ് എന്ത് ലഭിക്കുള്ളൂ? വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായി? ക്ലിയർ ആയില്ലോ? ഇനി വൈറ്റമിൻ ഡി ധാരാളമായി കാണപ്പെടുന്ന ഒരു വസ്തുവാണ് മത്സ്യ എണ്ണ. എവിടെയാണ് അടുത്തത്? മത്സ്യ എണ്ണയിലും ധാരാളം എന്ത് ലഭിക്കുന്നുണ്ട്? മത്സ്യ എണ്ണയിലും ധാരാളം എന്ത് ഉണ്ട് എന്നാ പറയണത്? വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പൊ വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്നാണ്. ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നു. ഇത് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കില്ല. മിൽക്ക് പ്രോഡക്ട്സിൽ എന്നാൽ കിട്ടുന്നുണ്ട്. മത്സ്യ എണ്ണകളിലും എന്തുണ്ട്? വൈറ്റമിൻ ഡി ധാരാളമായിട്ട് ഉണ്ട്. ഇനി അടുത്തത് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് കാൽസ്യം. കാൽസ്യം നമുക്ക് പല്ലിന്റെയും എല്ലിന്റെയും ഒക്കെ ബലത്തിന്, ആരോഗ്യത്തിന് എന്ത് വേണം? നമ്മുടെ കാൽസ്യം വേണം അല്ലേ? അപ്പൊ കാൽസ്യം, അതുപോലെ തന്നെ അടുത്ത ആവശ്യമുള്ള ഒരു കാര്യമാണ് ഫോസ്ഫറസ്. ഈ കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്നിവയുടെ ശരീരത്തിലേക്കുള്ള ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏതാണ്? ജീവകം ഡി ആണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തെ, ശരീരത്തിലേക്കുള്ള ആകിരണത്തെ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. എന്താ ചെയ്യണേ? ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. അപ്പൊ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വന്നാൽ നമുക്ക് എന്തുണ്ടാകും? അതായത് എല്ലിന്റെ വളർച്ച, അതുപോലെ തന്നെ പല്ലിന്റെ വളർച്ച ഒക്കെ നന്നായി നടക്കും. അപ്പൊ എല്ലിന്റെയും അതുപോലെ തന്നെ പല്ലിന്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമായതും ഏതന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവകം ഡി തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ആണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏതാണ്? അങ്ങനെ ചോദിക്കാം. വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏതാണ്? വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പിന്റെ പേര് എർഗോസ്റ്റിറോൾ എന്നാണ്. എന്താണ്? എർഗോസ്റ്റിറോൾ. അപ്പൊ എർഗോസ്റ്റിറോൾ വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പ് എന്താണ്? എർഗോസ്റ്റിറോൾ ആണ്. വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏതാണ്? എർഗോസ്റ്റിറോൾ ആണ്. ഇനി വൈറ്റമിൻ ഡി കുറഞ്ഞാൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം നമുക്കുണ്ടാകുന്ന രോഗമാണ് കണ. എന്താണ് രോഗം? കണ. അതിന്റെ വേറൊരു പേര് എന്താണ്? റിക്കറ്റ്സ് എന്നാണ്. എന്താണ് പേര്? റിക്കറ്റ്സ് എന്നാണ്. ക്ലിയർ ആയോ മക്കളെ? ഇത്രയാണ് വൈറ്റമിൻ ഡിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ വൈറ്റമിൻ ഡി അഥവാ ജീവകം ഡി കാൽസിഫെറോൾ എന്ന ശാസ്ത്രീയ നാമത്തിലുള്ളതാണ്. സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. പച്ചക്കറികളിൽ നിന്നും നമുക്ക് ലഭിക്കാത്ത വൈറ്റമിൻ ആണ്. മിൽക്ക് പ്രോഡക്ട്സിലും മത്സ്യ എണ്ണയിലും ധാരാളമുള്ള ഒരു ജീവകമാണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ്. എല്ല്, പല്ല് തുടങ്ങിയവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഇനി വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം കെ ആണ്. ഏതാണ്? ജീവകം കെ. അപ്പൊ വൈറ്റമിൻ എ പഠിച്ചു, വൈറ്റമിൻ ഡി പഠിച്ചു, ഇനി കെ പഠിക്കുകയാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം ഓർത്തു വെക്കുക. ഫില്ലോക്യുനോൻ എന്നാണ് കേട്ടോ ശാസ്ത്രീയ നാമം. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്?
ഫില്ലോക്യുനോൺ എന്നാണ്. ഫില്ലോക്യുനോൺ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നത് ജീവകം കെ ആണ്. എന്താണ്? ജീവകം കെ ആണ്. ജീവകം കെയില് എന്തൊക്കെ ഭക്ഷിച്ചാലാണ് നമുക്ക് ജീവകം കെ കിട്ടുക എന്നൊന്ന് പഠിച്ചു വെക്കും. നമ്മള് കാബേജില് ധാരാളം ജീവകം കെ ഉണ്ട് എന്ന് പറയുന്നു. കാബേജിലുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ട്. അപ്പൊ ഇലക്കറികളിലൊക്കെ ഉണ്ട് അല്ലേ? കാബേജ്, കോളിഫ്ലവർ, ചീരയിലുണ്ട് ഇത്ര ജീവകം കെ. എന്തിലുണ്ട്? ചീരയിലുണ്ട്. അപ്പൊ കാബേജ്, കോളിഫ്ലവർ, ചീര തുടങ്ങിയ കറി എന്താ പറയാ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ജീവകം കെ നമുക്ക് ലഭിക്കുന്നു. ക്ലിയർ ആയില്ലേ? ജീവകം കെ. ഇനി ജീവകം കെയുടെ അടുത്ത പ്രത്യേകത, ഇത് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കാബേജും കോളിഫ്ലവറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? അതില് ജീവകം കെ ഇല്ല. കാരണം അത് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടും. തണുപ്പിച്ചാൽ ഇത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടും അല്ലേ? അത് നമ്മൾ പഠിക്കും, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏതാ? ജീവകം കെ ആണ് എന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കാൻ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട് അല്ലെ? അതായത് രക്തം കട്ട എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, രക്തം കട്ട പിടിക്കില്ല. അത് നമ്മൾ പഠിക്കാൻ പോവാണ്. അടുത്ത ചോദ്യം അതാണ്. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞ? രക്തം കട്ട പിടിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഏത് ജീവകം വേണം? ഏത് ജീവക വേണ്ടേ? ജീവകം കെ വേണം. അങ്ങനെ ജീവകം കെ, അപ്പൊ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അസുഖമാണ്, അല്ലെങ്കിൽ ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? ഹീമോഫീലിയ. എന്താ രോഗത്തിന്റെ പേര്? ഹീമോഫീലിയ. അപ്പൊ ഹീമോഫീലിയ ഉള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താ? അവർക്ക് എന്താണ്? ഹീമോഫീലിയ ഉണ്ടായ എവിടെങ്കിലും ഒക്കെ മുറിഞ്ഞ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ഹീമോഫീലിയ ഡേ ഉണ്ട് അല്ലെ? ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം എന്നറിയപ്പെടുന്നത്. അപ്പൊ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടും, രക്തം കട്ട പിടിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കരളിലെ കരളിന്റെ പ്രവർത്തനം സുഗമമായി നടക്കണമെങ്കിൽ, കരളിന്റെ പ്രവർത്തനം കരളിന്റെ പ്രവർത്തനം സുഗമമായി നടക്കണമെങ്കിൽ നമുക്ക് ജീവകം കെ വേണം എന്നാ പറയണേ. അപ്പോ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കരളിൽ സംഭരിക്കുന്നത്, കണ്ണേ കരളെ എന്ന് പറഞ്ഞില്ലേ, കരളിൽ സംഭരിക്കുന്നത് ജീവകം എ ആണെങ്കിൽ കരളിന്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പ്രവർത്തനം സുഗമമായി നടക്കാൻ ആവശ്യമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് പഠിക്കണം? നമ്മള് ജീവകം കെ പഠിക്കണം. ഇനി അടുത്തത്, ചെറുകുടലിലൊക്കെ ധാരാളം ബാക്ടീരിയകൾ ഉണ്ട് നമ്മുടെ. അപ്പൊ ആ ചെറുകുടലിലെ ബാക്ടീരിയകൾ എന്താണ്? ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏതാ പറയാ? ജീവകം കെ ആണ് പറയാ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒന്നും കൂടെ നമുക്ക് പറഞ്ഞാലോ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ എന്നാണ്. കാബേജ്, കോളിഫ്ലവർ, ചീര തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ ധാരാളം ജീവകം കെ കാണുന്നു. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം കെ. കരളിന്റെ പ്രവർത്തനം സുഗമമായി നടക്കാൻ നമുക്ക് ജീവകം കെ വേണം. രക്തം എന്താ പറയാ കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? ജീവകം കെ ആണ്. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത മൂലം, കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. അപ്പൊ രക്തം കട്ട പിടിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഹീമോഫീലിയ ദിനം, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ഏതാണ്? ഏപ്രിൽ 17 അപ്പൊ ജീവകം കെ ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് ജീവകം ഇ ആണ്. ഏതാണ്? ജീവകം ഇ. ജീവകം ഇ പഠിച്ചു വെക്കുക. ജീവകം ഇയുടെ പ്രത്യേകത, ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം നമ്മൾ ആദ്യം തന്നെ പഠിക്കണം. ടോക്കോഫിറോൾ. എന്താണ്? ടോക്കോഫിറോൾ. എല്ലാത്തിന്റെയും ശാസ്ത്രീയ നാമം നമ്മൾ പഠിക്കണം. ടോക്കോഫിറോൾ എന്നുള്ളതാണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം. എന്താണ്? ടോക്കോഫിറോൾ എന്നുള്ളതാണ് ജീവകം ഇ. നമുക്കറിയാം വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അല്ലെ, ഇവിയോൺ 400 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ഒക്കെ നമ്മളിപ്പോ ഫേസ്ബുക്കും അതൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ? മുഖത്തൊക്കെ ആൾക്കാര് എന്താ പറയുന്നത്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നു. നമുക്ക് എന്ത് കിട്ടാനായിട്ട്? അതായത് എന്താ പറയാ, ബ്യൂട്ടി, ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ മുഖം മിനുസമാവാനായിട്ട് എന്നൊക്കെ നമുക്ക് പറയണ കേട്ടിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ജീവകത്തെ നമ്മൾ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിളിക്കുന്നു. കണ്ടോ? ക്ലിയർ ആയോ? അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഇ ആണ് ട്ടോ.
വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഹോർമോൺ വൈറ്റമിൻ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് മാത്രമല്ല എന്തും വിളിക്കുന്നുണ്ട്, ഹോർമോൺ വൈറ്റമിൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇനിയും വിളിക്കുന്നുണ്ട് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് വിളിക്കുന്നുണ്ട്. എന്ത് വിളിക്കുന്നുണ്ട്? ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. അപ്പൊ എന്തൊക്കെയാ വിളിക്കണേ, എന്തൊക്കെ പേരിലാ അറിയപ്പെടണേ എന്നൊന്ന് പഠിച്ചു വെച്ചേ നിങ്ങള്. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫിറോൾ എന്നതാണ്. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫിറോൾ എന്നാണ്. വൈറ്റമിൻ ഇയെ നമ്മൾ ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നു. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നു. എന്താണ്? ഹൃദയത്തിന്റെ സംരക്ഷകൻ. അതുപോലെ തന്നെ നാഡികളുടെ, നമ്മുടെ നാഡികളുടെ, പിന്നെ എന്താണ്, ചുവന്ന രക്താണുക്കളുടെ ഒക്കെ ആരോഗ്യത്തിന് എന്താവശ്യമാണ്? നമ്മുടെ വൈറ്റമിൻ ഇ ആവശ്യമാണ്. നാഡികളുടെ ആരോഗ്യത്തിന്, ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് ഒക്കെ നമുക്ക് വൈറ്റമിൻ ഇ ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. എന്താണ്? വന്ധ്യത. എന്തുണ്ടാവണേ? വന്ധ്യത. ഇനി അതുപോലെ തന്നെ ജീവകം ഇ പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ്. എവിടെ നിന്നാ ലഭിക്കുന്നത്? സസ്യ എണ്ണകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. സസ്യ എണ്ണകളിൽ നിന്ന്. ഇപ്പൊ സോയയുടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയാ, കടുകിന്റെ അല്ലെങ്കിൽ സൺഫ്ലവറിന്റെ ഒക്കെ ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള സസ്യ എണ്ണകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. നാഡികളുടെ പ്രവർത്തനത്തിന്, ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് ഒക്കെ ജീവകം ഇ ആവശ്യമാണ്. ജീവകം ഇയെ ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നീ അപരനാമങ്ങളിൽ ഇതറിയപ്പെടുന്നു. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? ടോക്കോഫിറോൾ ആണ്. എന്താണ്? ടോക്കോഫിറോൾ ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള 2 വൈറ്റമിനുകളാണ്. ഒന്ന് വൈറ്റമിൻ ബിയും അടുത്തത് വൈറ്റമിൻ സിയും. അപ്പൊ ബി അവസാനം പഠിക്കാം. നമുക്കിപ്പോ ജീവകം സി പഠിക്കാം. എന്താണ് ജീവകം സി? ജീവകം സിയുടെ ശാസ്ത്രീയ നാമം ആദ്യം തന്നെ നമ്മൾ പഠിച്ചു വെക്കുക, അസ്കോർബിക് ആസിഡ് എന്നാണ്. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക്. എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമം. എന്താണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമം? അസ്കോർബിക് ആസിഡ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ജീവകം സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു തണുപ്പിക്കുമ്പോ പോണൂന്ന് അല്ലെ? ഇവിടെ നോക്കിയേ, ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്നത് ഏതാണ്? ജീവകം സി ആണ്. നമുക്ക് യുവത്വം നിലനിർത്താൻ, എപ്പോഴും യൗവനുള്ള ആൾക്കാരായിട്ട് ഇരിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി. ഈ ജീവകം സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടും. ശ്രദ്ധിക്കണം, നമ്മള് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയുന്നത്? ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന ജീവകമാണ് ജീവകം സി. അപ്പൊ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന പറയുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും ജീവകം സി നഷ്ടപ്പെടുന്നു മനസ്സിലാക്കുക. ഇനി ഇതിന്റെ പ്രത്യേകത, കൃത്രിമമായി നിർമ്മിച്ചത്. എങ്ങനെ? കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ജീവകം സി ആണ് നമ്മൾ പറയാ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ജീവകം സി ആണ്. ഇനി അടുത്തത്, ജീവകം സി ധാരാളം കാണപ്പെടുന്നത് എവിടെയാണ്? പുളിയുള്ള പഴങ്ങളിലാണ്. പുളി രുചിയില്ലേ? പുളി രുചിയുള്ള പഴങ്ങളിൽ ധാരാളം കാണപ്പെടുന്ന, അപ്പൊ ഓറഞ്ച് അങ്ങനെയുള്ളതിലൊക്കെ, നാരങ്ങ അല്ലെ, അതിലൊക്കെ ധാരാളം കാണപ്പെടുന്നത് എന്താണ്? ജീവകം സി ആണ്. ഓറഞ്ചിലൊക്കെ ധാരാളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് നമ്മള് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ത്വക്ക്. എന്താണ്? ത്വക്ക്. അതുപോലെ തന്നെ മോണ, പിന്നെന്താണ്? രക്തകോശങ്ങൾ. ത്വക്ക്, മോണ, രക്തകോശം. ഇതിന്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് ജീവകം സി.
ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ത്വക്കിലപ്പോ ത്വക്കിന്റെ ആവശ്യമാകുമ്പോ എന്താണ് ത്വക്കിൽ എന്തെങ്കിലുമൊക്കെ മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയ മുറിവ് ഉണങ്ങാൻ ആവശ്യമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് മുറിവ് ഉണങ്ങാൻ ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണെന്ന്. മുറിവ് ഉണങ്ങാൻ ആവശ്യമായിട്ടുള്ള ജീവകം, അപ്പൊ അതേതാണ്? ജീവകം സി ആണ്. അതുപോലെ തന്നെ മോണയാവുമ്പോ മോണയിലെ രക്തസ്രാവത്തിനൊക്കെ കാരണമാകുന്നത് എന്തിന്റെ കുറവാണെന്ന് ചോദിച്ചാൽ ജീവകം സിയുടെ കുറവാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം വന്നാലും നമ്മൾ മനസ്സിലാക്കാനായിട്ട് പഠിക്കണം. ഇനി നമ്മൾ പറഞ്ഞു പുളിയുള്ള പഴങ്ങളിലൊക്കെ ധാരാളം ഇത് ഉണ്ട് എന്ന് അല്ലെ. ഇനി അപ്പൊ നമ്മൾ ഇതിനെ വേറൊരു പേരിട്ടും കൂടി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് പഴങ്ങളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രഷ് അല്ലെ, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് വിളിക്കുന്നുണ്ട്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആന്റി ക്യാൻസർ വൈറ്റമിൻ, ആന്റി ക്യാൻസർ വൈറ്റമിൻ അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. ആന്റി ക്യാൻസർ വൈറ്റമിൻ. ക്ലിയർ ആയില്ലേ? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇത് നമ്മളോട് ചോദിക്കുകയാണ് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്. അപ്പൊ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവണമെങ്കിൽ എന്ത് നന്നായിട്ട് വേണം എന്നാ പറയണേ? ജീവകം സി നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് വേണം. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് മുറിവുണങ്ങാൻ അല്ലെങ്കിൽ മോണയിലെ രക്തസ്രാവം ഒക്കെ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ജീവകം സി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ജീവകം സി പുളിയുള്ള പഴങ്ങളില്, അപ്പൊ പഴങ്ങൾ നമുക്ക് പറയാം. അതുപോലെ പുളിയുള്ള പിന്നെ എന്താണ് പപ്പായയിലൊക്കെ ഉണ്ട് കേട്ടോ. പപ്പായ ശരിക്കും പുളിയുള്ളതല്ല, അതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ പഴങ്ങള്, നെല്ലിക്ക, നെല്ലിക്ക നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. നെല്ലിക്ക, ഓറഞ്ച് അതൊക്കെ പുളിയുള്ള കാറ്റഗറിയിലുള്ളതാണ്. പുളിയുള്ള പഴങ്ങൾ അതിൽ ധാരാളം കാണപ്പെടുന്നു. അതിലൊരു വെറൈറ്റിയാണ് പപ്പായ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിലും ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ജീവകം സി മുരിങ്ങയിലുണ്ട് എന്നാ പറയണത്. അപ്പൊ മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ മാത്രമല്ല, എത്രയധികം വൈറ്റമിനുകൾ ആ മുരിങ്ങയിലയിൽ ഉള്ളത് അല്ലെ, അതൊന്ന് ഓർത്തു വെക്കുക. ഇനി ജീവകം സി കുറഞ്ഞാൽ, ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര് എന്താണ്? ആ രോഗത്തിന്റെ പേര് സ്കർവി എന്നാണ്. എന്താണ് രോഗത്തിന്റെ പേര്? സ്കർവി എന്നാണ് രോഗത്തിന്റെ പേര്. ഈ സ്കർവി എന്ന് പറയുന്ന രോഗത്തിന് വേറൊരു പേരുണ്ട്, നാവികരുടെ പ്ലേഗ്. അപ്പൊ നാവികരുടെ പ്ലേഗ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നാവികരുടെ പ്ലേഗ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? സ്കർവിയാണ്. അപ്പൊ ജീവകം സിയെ കുറിച്ച് ഒന്ന് പറഞ്ഞ മക്കളെ. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ആണ്. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. കൃത്രിമമായി ആദ്യമായിട്ട് നിർമ്മിച്ച ജീവകമാണ് ജീവകം സി. യുവത്വം നിലനിർത്താൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി. ത്വക്ക്, മോണ, അതുപോലെ തന്നെ രക്തകോശങ്ങള് അവയുടെയൊക്കെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി. മുറിവ് ഉണങ്ങാൻ അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി. രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി. ഇനി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ജീവകം സി ആണ്. പുളിയുള്ള പഴങ്ങളില്, മുരിങ്ങ ഇലയില്, നെല്ലിക്കയില്, പപ്പായയിലൊക്കെ ധാരാളം കാണപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. എന്താണ്? സ്കർവി. സ്കർവിക്ക് വേറൊരു പേരുണ്ട്. സ്കർവിയെ നമ്മൾ നാവികരുടെ പ്ലേഗ് എന്നും വിളിക്കുന്നു. അപ്പൊ ജീവകം സി കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ജീവകം ബി ആണ്. ജീവകം ബി നമ്മൾ പറഞ്ഞു 8 ജീവകം ബി. ഓരോന്നും നമുക്ക് പഠിക്കാം. ആദ്യത്തേത് നമ്മൾ ജീവകം B1 കുറിച്ചാണ് പഠിക്കുന്നത്. ജീവകം B1. B1ന്റെ ശാസ്ത്രീയ നാമം ജീവകം B1ന്റെ ശാസ്ത്രീയ നാമം തയാമിൻ എന്നാണ്. B1 തയാമിൻ. ജീവകം B1 തയാമിൻ ആണ്. എന്താണ്? തയാമിൻ ആണ്. എവിടെയൊക്കെയാണ് ഈ ജീവകം B1 ഉണ്ടാവുക? മുട്ടയിലുണ്ട് കേട്ടോ. മുട്ടയിലുണ്ട്, അതുപോലെ തന്നെ പാലിലുണ്ട്, ഇനി അതുപോലെ തന്നെ ചേമ്പിലുണ്ട്, ധാന്യങ്ങളുടെ തവിട്, അതായത് തവിടില് പരിയുടെ ഒക്കെ തവിടില്ലേ, അപ്പൊ തവിടിലൊക്കെ ധാരാളം കാണപ്പെടുന്നതാണ് എന്ത്? ജീവകം എന്താണെന്ന് പറയുന്നത്? B1 എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കുക. B1ന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. B1 തയാമിൻ ആണ്. ജീവകം B1ന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് നമ്മൾ പറഞ്ഞു? തയാമിൻ ആണ് എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോ ഇനി അടുത്തത്, ഇനി ജീവകം ബി എന്തിനൊക്കെ ആവശ്യമാണ്? നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ഇത് ആവശ്യമാണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന്, ത്വക്കിന്റെ ആരോഗ്യത്തിന് ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ത്? ജീവകം B1 എന്ന് പറയുന്നത്. ഈ ജീവകം B1 കുറഞ്ഞാൽ, ജീവകം B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗത്തിന് വിളിക്കുന്ന പേരാണ് ബെറി. എന്താണ് രോഗത്തിന്റെ പേര്? ബെറി. PSCക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇതിനെ ഐ കാണ്ട് ഡിസീസ് എന്നും വിളിക്കുന്നു. എന്താണ് ഐ കാണ്ട് ഡിസീസ് എന്ന് പറയുന്നതും ഏതന്നെയാണ്? ജീവകം B1 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ബെറിയാണ്. അപ്പൊ ജീവകം B1, ബി കാറ്റഗറിയിൽ 8 ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് B1ന്റെ ശാസ്ത്രീയ നാമം തയാമിൻ എന്നാണ്. മുട്ട, പാല്, ചേമ്പില, മറ്റ് എന്താ ധാന്യങ്ങളുടെ തവിടാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. അതിലൊക്കെ കരിയുടെ തവിട് എന്നൊക്കെ എടുത്തു ചോദിക്കാറുണ്ട്. അത് കാണുന്നത് B1 ആണ് അതിൽ കാണുന്നത്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന്, ത്വക്കിന്റെ നിർമ്മാണത്തിന്, എന്താ പറയാ, ആരോഗ്യത്തിന് ഒക്കെ B1 ആവശ്യമാണ്. B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഐ കാണ്ട് ഡിസീസ് എന്ന് വിളിക്കുന്ന ബെറി രോഗം. ഏതാണ്? ബെറി. ഇനി അടുത്തത് ജീവകം B2 ആണ്. ജീവകം B2നെ നമ്മൾ അതിന്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. ജീവകം B2ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? റൈബോഫ്ലാവിൻ എന്നാണ്. എന്താണ്? റൈബോഫ്ലാവിൻ. ഇതിനെ നമ്മൾ വൈറ്റമിൻ ജി എന്നും വിളിക്കുന്നു. വൈറ്റമിൻ ജി ട്ടോ. അതായത് ജീവകം ജി എന്നറിയപ്പെടുന്നത്, വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? റൈബോഫ്ലാവിൻ തന്നെയാണ്. B2 തന്നെയാണ്. B2ന്റെ ശാസ്ത്രീയ നാമമാണ് ഏത്? വൈറ്റമിൻ B2ന്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. ഇനി അടുത്തത് വൈറ്റമിൻ B2ന്റെ പ്രത്യേകത ഒന്ന്, എന്താ പറയുന്നത്? നമ്മൾ പാല് കുറച്ചു നേരം ഇരിക്കുമ്പോൾ പാലിന്റെ മുകളില് ഒരു മഞ്ഞ കളർ വരുന്നത് നമുക്ക് കാണാം. ആ പാലിന്റെ മഞ്ഞ കളറിന് കാരണമായിട്ടുള്ള ജീവകമാണ് ജീവകം B2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് സൂര്യപ്രകാശം ഉണ്ടായാൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്നു. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വൈറ്റമിൻ B2 എന്ന് തന്നെയാണ് നമ്മൾ പറയുക. അതായത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാ നമ്മൾ പറയാ? B2 എന്ന് തന്നെയാ പറയാ. ഇനി ഈ വൈറ്റമിൻ B2ന്റെ കുറവ് മൂലം അല്ലെങ്കിൽ അപര്യാപ്തത മൂലം നമ്മൾ കണ്ടിട്ടില്ലേ, നാവിലൊക്കെ തൊലി പോകുന്നത്, നാവുമ്മ തൊലി പോകും. അതുപോലെ തന്നെ ചുണ്ടിലൊക്കെ ആൾക്കാർക്ക് തൊലി പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതാണ്, അതായത് വൈറ്റമിൻ എന്താ പറയാ, B1ന്റെ എന്താ പറയുന്നത്, B2ന്റെ അപര്യാപ്തത മൂലം നാവിലെ ചുണ്ടിലൊക്കെ തൊലി പോകുന്ന അസുഖം നമുക്ക് ഉണ്ടാവാം. അപ്പൊ B1ഉം B2ഉം ഒന്നും കൂടെ പറഞ്ഞേ. വൈറ്റമിൻ B1 തയാമിനാണ് ശാസ്ത്രീയ നാമം. മുട്ട, പാല്, ചേമ്പില, തവിടുകളിലൊക്കെ ധാരാളം, തവിട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളുടെ തവിടിലൊക്കെ ധാരാളം ഉണ്ടാവുന്നു. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും B1 അത്യാവശ്യമാണ്. B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിയാണ്. ബെറിയുടെ മറ്റൊരു പേര് ഐ കാണ്ട് ഡിസീസ് എന്നാണ്. B2ന്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലാവിൻ എന്നാണ്. അതിനെ ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ജി എന്ന് വിശേഷിപ്പിക്കുന്നു. പാലിന്റെ മഞ്ഞ കളറിന് കാരണം B2 ആണ്. സൂര്യപ്രകാശത്തിൽ നശിക്കുന്നത് B2 ആണ്. B2ന്റെ കുറവ് മൂലം നാവിലും ചുണ്ടിലൊക്കെ തൊലി പോകാനുള്ള കാരണമുണ്ട്. ഇനി അടുത്തത് വൈറ്റമിൻ B3 എന്ന് പറയുന്ന ജീവകമാണ്. B3യുടെ ശാസ്ത്രീയ നാമം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ നിയാസിൻ ആണ് പറയാ. വൈറ്റമിൻ B3 നിയാസിൻ. വൈറ്റമിൻ B3യെ നമ്മൾ എന്ത് വിളിക്കുന്നു? നിയാസിൻ എന്ന് വിളിക്കുന്നു. വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം എന്താണ്? നിയാസിൻ ആണ്. വൈറ്റമിൻ B3യെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വൈറ്റമിൻ B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അതായത് ഇപ്പോ നമ്മുടെ ശരീരത്തില് പ്രകാശമേൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ത്വക്ക് ഇങ്ങനെ ഒരു റഫ് ആയിട്ടിരിക്കും, പരുപരുത്തിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെല്ലഗ്ര എന്ന് പറയാം. വൈറ്റമിൻ B3യെ കുറിച്ച് നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. എല്ലാ വൈറ്റമിനുകളും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. നന്നായില്ലേ? അത്രയും കുറച്ച് പഠിച്ചാൽ മതിയല്ലോ. ഇനി അടുത്തത് വൈറ്റമിൻ B5നെ കുറിച്ചാണ് പഠിക്കേണ്ടത്. B5ന്റെ ശാസ്ത്രീയ നാമം പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. പാൻറ്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B5ന്റെ ശാസ്ത്രീയ നാമം പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. എന്താണ്? പാൻറ്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B5ന്റെ ശാസ്ത്രീയ നാമം എന്താണ്?
പാൻഡോതെനിക് ആസിഡ് എന്നാണ്. B5ന്റെ ശാസ്ത്രീയ നാമം പാൻഡോതെനിക് ആസിഡ്. അപ്പൊ വൈറ്റമിൻ B5 എന്താ പറയുന്നത്, കുറച്ച് അധികം ഒന്നും നമുക്ക് പഠിക്കാനില്ല B5നെ കുറിച്ച്. അതിന്റെ ഒരു അപര്യാപ്തത രോഗം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. പരസ്തേഷ്യ. എന്താണ് രോഗം? പരസ്തേഷ്യ കേട്ടോ. പരസ്തേഷ്യ. വൈറ്റമിൻ B5ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ. എന്താണ്? പരസ്തേഷ്യ. അപ്പൊ B5 കിട്ടിയില്ലേ? B3 നിയാസിൻ, അപര്യാപ്തത പെല്ലഗ്ര. B5 പാൻഡോതെനിക് ആസിഡ്, അപര്യാപ്തത പരസ്തേഷ്യ. ഇനി B6, വൈറ്റമിൻ B6 ആണ് നമ്മൾ പഠിക്കുന്നത്. വൈറ്റമിൻ B6ന്റെ പേര് ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ എന്നാണ്. വൈറ്റമിൻ B6 ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ. വൈറ്റമിൻ B6ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പിരിഡോക്സിൻ എന്നാണ് വൈറ്റമിൻ B6ന്റെ ശാസ്ത്രീയ നാമം. ഇനി ഇതിന് വൈറ്റമിൻ B6ന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വൈറ്റമിൻ B6മായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ചോദ്യം ഇതിന്റെ അപര്യാപ്തത രോഗം മാത്രമാണ്. B6ന്റെ അപര്യാപ്തത രോഗം മൈക്രോസൈറ്റിക് അനീമിയ. എന്താണ്? മൈക്രോസൈറ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയ പഠിച്ചു വെക്കുക. വൈറ്റമിൻ B6ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയ. ക്ലിയർ ആയോ? B3, വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലം പെല്ലഗ്ര. വൈറ്റമിൻ B5ന്റെ ശാസ്ത്രീയ നാമം പാൻഡോതെനിക് ആസിഡ്. അതിന്റെ അപര്യാപ്തത മൂലം പരസ്തേഷ്യ. വൈറ്റമിൻ BCയുടെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ. വൈറ്റമിൻ B6ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം മൈക്രോസൈറ്റിക് അനീമിയ. B5 പാൻഡോതെനിക്, B3 നിയാസിൻ, B6 പെരിഡോസിൻ. B3യുടെ അഭാവം പെല്ലഗ്ര, B5ന്റെ അഭാവം പരസ്തേഷ്യ, B6ന്റെ അഭാവം മൈക്രോസൈറ്റിക് അനീമിയ. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്തത് വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ B7ന്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ എന്നാണ്. വൈറ്റമിൻ B7ന്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ ആണ്. ഇതിനെ വൈറ്റമിൻ H എന്നും വിളിക്കുന്നു. വൈറ്റമിൻ H എന്നും വിളിക്കുന്നു. വൈറ്റമിൻ B7ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? വൈറ്റമിൻ B7ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ബയോട്ടിൻ ആണ്. വൈറ്റമിൻ B7ന്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ ആണ്. കൂടാതെ അതിനെ വൈറ്റമിൻ H എന്നും വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? വൈറ്റമിൻ H എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? വൈറ്റമിൻ H എന്ന് വിളിക്കുന്നത് ഏതിനെയാണെന്ന്? ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വൈറ്റമിൻ B9 ആണ്. വൈറ്റമിൻ B9 വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻ B9 നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഫോളിക് ആസിഡ് അല്ലെ? ഫോളിക് ആസിഡ് ഗുളികകളൊക്കെ കഴിക്കാൻ പറയാറുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഫോളിക് ആസിഡ്. വൈറ്റമിൻ B9 എന്താണ്? ഫോളിക് ആസിഡ് ആണ്. വൈറ്റമിൻ B9. അപ്പൊ ഫോളിക് ആസിഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? രക്തകോശങ്ങൾ രൂപീകരിക്കാൻ ആവശ്യമായത്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് എന്താവശ്യമാണ്? വൈറ്റമിൻ B9 ആവശ്യമാണ്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന്. ഇതിന്റെ അപര്യാപ്തത മൂലം എന്ത് ഉണ്ടാകുന്നു? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അസുഖത്തിന്റെ പേര് മനസ്സിലാക്കുക. മെഗലോബ്ലാസ്റ്റിക്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് എന്തിന്റെ കുറവ് മൂലമാണ്? എന്തിന്റെ കുറവ് മൂലമാണ്? നമ്മുടെ ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം, B9ന്റെ കുറവ് മൂലം. ഇനി അടുത്തത് B12. എന്താണ്? B12 കഴിഞ്ഞു. B12ന്റെ ശാസ്ത്രീയ നാമം സയനോകോബാലമിൻ. സയനോകോബാലമിൻ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നത് B12 ആണ്. സയനോകോബാലമിൻ. അപ്പൊ സയനോകോബാലമിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം കൊബാൾട്ട് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ്. കൊബാൾട്ട് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഇനി അടുത്തത് B12ന്റെ പ്രത്യേകത നമുക്ക് മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ്. സൈനോകോബാലമിൻ എന്നറിയപ്പെടുന്ന B12. ഏതാണ്? B12. ഇനി ഇതിന്റെ അഭാവം മൂലമുണ്ടാകുന്ന, കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയ. എന്താണ്? പെർനീഷ്യസ് അനീമിയ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമ്മള് വൈറ്റമിൻസ് എന്ന് പറയുന്ന ഭാഗം ഇവിടെ പഠിച്ചു തീർത്തു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊന്നും കൂടെ പറയട്ടെ. നമ്മള് എന്താ പറയുന്നത്?
ബി യെ കുറിച്ചിട്ടാ പറയണത്. വൈറ്റമിൻ ആദ്യം B1 B2 ഇതിലില്ല, അതൊന്നും നമുക്ക് പറയാം. വൈറ്റമിൻ B1 ഏതാണ്? വൈറ്റമിൻ B1 തയാമിൻ ആണ് ശാസ്ത്രീയ നാമം അല്ലെ. നമ്മള് എന്താ പറഞ്ഞ, മുട്ട, അതുപോലെ ചേമ്പിന്റെ ഇല, ധാന്യങ്ങളുടെ തവിട്, പാല്, അതിലൊക്കെ ധാരാളം ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്തു പറഞ്ഞു, B1ന്റെ അപര്യാപ്തത മൂലം ബെറി എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നു. ഇനി B2 പറഞ്ഞു, B2ന്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലാവിൻ ആണ്. വൈറ്റമിൻ ജി എന്നും ഇത് അറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ B2 നശിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത് B3 ആണ്. B3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ ആണ്. അഭാവം മൂലം പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു. വൈറ്റമിൻ B5 പാൻഡോതെനിക് ആസിഡ് ആണ്. അഭാവം മൂലം പരസ്തേഷ്യ ഉണ്ടാകുന്നു. വൈറ്റമിൻ B6 പിരിഡോക്സിൻ ശാസ്ത്രീയ നാമം മൈക്രോസൈറ്റിക് അനീമിയ അസുഖം ഉണ്ടാകുന്നു. വൈറ്റമിൻ B7 ബയോട്ടിൻ അഥവാ എന്താ പറയുന്നത്, വൈറ്റമിൻ H എന്ന പേരിൽ അറിയപ്പെടുന്നു. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് ആണ്. വൈറ്റമിൻ B9 എന്താണ്? ഫോളിക് ആസിഡ് ആണ്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമാണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് അഭാവം മൂലം ഉണ്ടാകുന്നത്. വൈറ്റമിൻ B12 സയനോ കൊബാലമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശാസ്ത്രീയ നാമം കൊബാൾട്ട് ധാരാളം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ്. കുറവ് മൂലം അല്ലെങ്കിൽ അപര്യാപ്തത മൂലം പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയാണ് മക്കളെ നമുക്ക് വൈറ്റമിൻസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമുക്ക്. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ഇത്രയും കാര്യം നമ്മൾ കാണാതെ പഠിച്ച് നമ്മൾ ഏത് ഉറക്കത്തിലും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പാകത്തിനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിൽ ആൻസർ വരുമ്പോൾ അത് നിങ്ങൾക്ക് സ്വയം ആൻസർ ചെയ്യാൻ പറ്റും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവാനും പറ്റും. അങ്ങനെ നമുക്ക് നല്ല മാർക്ക് നേടാൻ പറ്റും. ഇതേ രീതിയിൽ നിങ്ങൾ പഠിച്ചങ്ങ് മുന്നോട്ട് പോവുക. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുട്ടികളുടെ പുസ്തകങ്ങളിൽ SCERT പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അത് നമ്മുടെ ഈ എന്താ പറയുന്നത് സിലബസ് അങ്ങോട്ട് കവർ ചെയ്യുന്നതോടുകൂടി SCERT ഭാഗങ്ങളും സൈഡിൽ കൂടെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഫുൾ ഭാഗം എന്താ പറയാ പഠിച്ചു തീരും. ഇപ്പൊ തന്നെ ഒരു 98% നമ്മൾ വൈറ്റമിൻ എന്ന് പറയുന്ന ഭാഗം പഠിച്ചു തീർന്നിട്ട് തന്നെ ഉണ്ട്. ഇത്രയും തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ക്ലാസ്. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ടീച്ചറോട് കൂടെ ഈ 100 ദിവസം നിങ്ങൾ ഒപ്പം കൂടാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100 റാങ്കിനുള്ളിൽ ഇടം നേടാൻ പറ്റും എന്നുള്ളത് ടീച്ചർ ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ കൂട്ടുകാർക്കൊന്ന് ലൈക്ക് ചെയ്യും, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും കൂടി ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് 2:58 ഞാൻ അപ്ലോഡ് ചെയ്യുന്ന GK റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നൈറ്റിൽ GK അല്ലെങ്കിൽ മാത്സോ സയൻസോ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 വീഡിയോസ് ഉണ്ടായിരിക്കും. പ്ലസ് 5:59 കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അങ്ങനെ 3 വീഡിയോ നമ്മൾ ഒരു ദിവസം ഈ കമ്പനി ബോർഡ് LGSന് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഭംഗിയായിട്ട് അത് കണ്ട് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കാം കേട്ടോ.